സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി അറിയിച്ച് വൈകാരിക ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ സുധാകരൻ. കണ്ണൂരിൽ മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ച സുധാകരൻ. മുതിർന്ന നേതാക്കളുമായി ചർച്ചയ്ക്ക് നിൽക്കാതെ ഡൽഹിയിൽ നിന്നും മടങ്ങി. ഫേസ്ബുക്ക് പോസ്റ്റിൽ എതിർപ്പില്ല എന്നും സുധാകരൻ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി CC മുകുന്ദൻ. ജി സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ദൗർഭാഗ്യകരമെന്ന് MA ബേബി. ജി സുധാകരൻ പോയാൽ പാർട്ടി തളർന്നു പോകില്ലെന്ന് EP ജയരാജൻ. യുവാക്കൾക്ക് അവസരം കൊടുക്കണമെന്നും EP. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അമിത പ്രാധാന്യം നൽകേണ്ട എന്ന് പാർട്ടി തീരുമാനം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം നൽകും. രാജ്യത്തെ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഹോട്ടലുകൾ പ്രതിസന്ധിയിൽ. ബദൽ സംവിധാനങ്ങൾ ഒരുക്കി ഹോട്ടലുകൾ. ഭക്ഷണ വിതരണത്തിലും നിയന്ത്രണം. സംസ്ഥാനത്ത് സിലിണ്ടർ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും മോഷണവും വ്യാപകം. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഒഴിവാക്കാൻ എണ്ണക്കപ്പലുകൾ എത്തിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിൽ വീണ്ടും ഡ്രോൺ ആക്രമണം. 2 മരണം. പടിഞ്ഞാറൻ ഇറാഖിൽ അമേരിക്കൻ സൈനിക വിമാനം തകർന്നു വീണു. ആക്രമണത്തിലല്ല വിമാനം തകർന്നതെന്ന് US സെൻട്രൽ കമാൻഡ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗം ഇന്ന്. ജീവനക്കാരുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസമാക്കുന്നതുൾപ്പെടെ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടേക്കും. സാംസ്കാരിക വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നിർദ്ദേശവും പരിഗണനയിൽ. ലാലിഗയിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. 3ാം സ്ഥാനം ലക്ഷ്യമിടുന്ന VRLന്റെ എതിരാളി അലാവസ്. മത്സരം രാത്രി 1:30 മെൻഡിസോറോട്സ സ്റ്റേഡിയത്തിൽ.